നദി, അതാണ് അവളുടെ പേര്. അവൾക്ക് അമ്മ മാത്രമേയുള്ളൂ, യാമിനി. ഒരു പ്രൈവറ്റ് സ്കൂളിലെ സംഗീത അധ്യാപികയാണ് യാമിനി. തനിക്ക് അച്ഛനുണ്ടായിരുന്നോ? അച്ഛൻ അമ്മയെ വിവാഹം കഴിച്ചിരുന്നോ? അച്ഛൻ മരണപ്പെട്ടോ അതോ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഈ വക കാര്യങ്ങളെല്ലാം നദിയെ കുഞ്ഞുനാൾ മുതൽ അലട്ടുന്നതാണ്. മനസ്സിലെ ചോദ്യങ്ങളൊന്നും അവൾ ഒരിക്കലും അമ്മയോട് ചോദിച്ചിട്ടില്ല. അതിനും കാരണങ്ങൾ പലതാണ്. തൻ്റെ അച്ഛൻ എവിടെയോ ഉണ്ട്. അദ്ദേഹം സ്നേഹവാനാണ്, സൽസ്വഭാവിയാണ്, മറ്റുള്ളവരോട് കരുണയുള്ളവനാണ്. അവളുടെ മനസ്സിലെ അച്ഛൻ്റെ രൂപം ഇതായിരുന്നു. ഒത്തിരി നീളമുള്ള, അത്യാവശ്യം തടിയുള്ള, ഭംഗിയുള്ള മീശയുള്ള, വെളുത്തു സുന്ദരനായ അച്ഛൻ. താൻ അച്ഛനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അമ്മയുടെ മറുപടി തൻ്റെ മനസ്സിലെ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ അത് എത്രമാത്രം തന്നെ വേദനിപ്പിക്കും എന്നുള്ളതാണ് അവളുടെ സങ്കടം. അക്ഷരങ്ങൾ കൂട്ടിയെഴുതാൻ പഠിച്ച അന്നു മുതൽ മാസത്തിൽ 1 എന്ന വിധം അവൾ അച്ഛനെ കത്തെഴുതുമായിരുന്നു. ആ ഒരു മാസം അവൾക്ക് എന്തൊക്കെ സംഭവിച്ചു? സന്തോഷവും സങ്കടവും അവളുടെ ആഗ്രഹങ്ങളും എല്ലാം നിറഞ്ഞതായിരിക്കും ആ കത്ത്. എനിക്കെത്രയും സ്നേഹമുള്ള എൻ്റെ അച്ഛന്, അതായിരിക്കും എല്ലാ കത്തിൻ്റെയും തലക്കെട്ട്. ആ ഒരൊറ്റ വാക്കിൽ അച്ഛനോടുള്ള അവളുടെ മുഴുവൻ സ്നേഹവും അടങ്ങിയിരിക്കും. അച്ഛനോട് ഇത്രയും സ്നേഹമുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമുണ്ട്. അമ്മയെ അച്ഛൻ ചതിച്ചതാണോ? വിവാഹം കഴിക്കാതെ ഗർഭിണിയായതാണോ അമ്മ? താൻ അമ്മയുടെ ഉള്ളിലുണ്ടെന്നറിഞ്ഞപ്പോൾ അപമാനഭീതിയാൽ അമ്മയെ ഉപേക്ഷിച്ചതാണോ അച്ഛൻ? അതേ എന്ന ഉത്തരം അമ്മയുടെ മറുപടിയിൽ ഉണ്ടാകുമോ എന്ന ഭയത്താൽ ആയിരുന്നു അവൾ ഈ ചോദ്യങ്ങളൊന്നും അമ്മയോട് ചോദിക്കാത്തത്. തൻ്റെ മനസ്സിലെ അച്ഛൻ എന്നും നല്ലവനായിരിക്കട്ടെ. ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ അമ്മയ്ക്കൊരു ചീത്ത സ്വഭാവമുള്ളതായിട്ട് അവൾക്ക് കണ്ടെത്താനായിട്ടില്ല. തനിക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച അമ്മ, ആ അമ്മയെ എന്തിനു വേണ്ടി അച്ഛൻ ഉപേക്ഷിച്ചു എന്ന ചോദ്യം അവളുടെ മനസ്സിനെ വല്ലാതെ അലട്ടിയിരുന്നു. അമ്മ ഒത്തിരി സുന്ദരിയായിരുന്നു. പക്ഷേ അമ്മയുടെ അസുഖം ഇപ്പോഴമ്മയെ വല്ലാതെ വിരൂപയാക്കിയിരിക്കുന്നു. ബ്ലഡ് ക്യാൻസർ ആണെന്ന് കണ്ടുപിടിക്കുമ്പോഴേക്കും ക്യാൻസറിൻ്റെ 2 സ്റ്റേജ് പിന്നിട്ട് കഴിഞ്ഞിരുന്നു. അറിഞ്ഞ സമയം മുതൽ ഒത്തിരി ചികിത്സിച്ചെങ്കിലും ഒന്നിനും വല്ലാതെ ഫലം കണ്ടില്ല. ഇന്ന് യാമിനിയുടെ ഏറ്റവും വലിയ ദുഃഖം താൻ മരിക്കുമ്പോൾ മകളെ എന്ത് ചെയ്യും എന്നോർത്താണ്. അവളുടെ വിവാഹം നടത്താൻ പലകുറി ശ്രമിച്ചെങ്കിലും നല്ലൊരു ബന്ധം കണ്ടുപിടിക്കാൻ യാമിനിക്ക് കഴിഞ്ഞില്ല. യാമിനി ജനിച്ചതും വളർന്നതും അനാഥാലയത്തിലായിരുന്നതുകൊണ്ട് അവർക്ക് ബന്ധുക്കളും ഉണ്ടായിരുന്നില്ല. പഠിപ്പ് കഴിഞ്ഞ് ഒരു ജോലി കിട്ടുന്നതുവരെ തനിക്ക് ആയുസ്സുണ്ടാകണേ എന്ന് മാത്രമാണ് ഇപ്പോൾ യാമിനിയുടെ പ്രാർത്ഥന. BBA ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ് നദി. ഫുൾ നെയിം നദി യാമിനി. എല്ലാവരുടെയും പേരിൻ്റെ കൂടെ അച്ഛൻ്റെ പേരായിരിക്കും ചേർക്കുന്നത്. എന്നാൽ നദിയുടെ പേരിന് കൂടെ നദിയുടെ അമ്മയായ യാമിനിയുടെ പേരാണ് ചേർത്തിട്ടുള്ളത്. ഡിഗ്രി കഴിഞ്ഞ് MBA കൂടി എടുത്താൽ ഏതെങ്കിലും നല്ല കമ്പനിയിൽ അവൾക്ക് ജോലി കിട്ടും എന്ന പ്രതീക്ഷയിലാണ് യാമിനി. അസുഖം കൂടിയതുകൊണ്ട് ഇപ്പോൾ സ്കൂളിലേക്ക് പഠിപ്പിക്കാനും പോകുന്നില്ല. സ്വരുക്കൂട്ടി വച്ചതെല്ലാം ചികിത്സയ്ക്കും നദിയുടെ പഠിപ്പിനും ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ ബാലൻസ് ശൂന്യമായി. തുടർന്നുള്ള ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് യാമിനിക്ക് അറിയില്ലായിരുന്നു. നല്ലൊരു ഗായികയായ യാമിനിക്ക് സിനിമയിൽ അവസരം കിട്ടിയിരുന്നെങ്കിലും അവരത് സ്വീകരിക്കാൻ തയ്യാറായില്ല. നദിയും നന്നായി പാടുമായിരുന്നു. കുഞ്ഞുനാൾ മുതൽ അമ്മ തന്നെയാണ് അവളുടെ ഗുരുവും. അന്ന് നദിയുടെ കോളേജിലെ പുതിയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്ഘാടനമാണ്. ആ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രശസ്ത പിന്നണി ഗായകനുമായ ബദ്രിനാഥാണ് മുഖ്യാതിഥി. പലരും കാണാൻ ആഗ്രഹിക്കുന്ന, കേൾക്കാൻ ആഗ്രഹിക്കുന്ന സ്വരമാധുര്യത്തിൻ്റെയും അപൂർവ സൗന്ദര്യത്തിൻ്റെയും ഉടമ. ബാച്ചിലറായതിനാൽ പല പെൺകുട്ടികളുടെയും ആരാധനാമൂർത്തി. അതുകൊണ്ട് തന്നെ കോളേജിലെ ആ ഫംഗ്ഷനിൽ എല്ലാ പെൺകുട്ടികളും പുതിയ പട്ടുസാരി ഉടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. നദിക്കും പുതിയൊരു സാരി വാങ്ങണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അത് പക്ഷേ ബദ്രിനാഥിനെ കാണിക്കാനൊന്നുമല്ല, പുതിയൊരു പട്ടുസാരി ഉടുക്കാനുള്ള മോഹം കൊണ്ടാണ്. എന്നാൽ അമ്മയുടെ അസുഖം കാരണം പുതിയ സാരി എടുക്കുക എന്ന മോഹം അവളങ്ങ് ഉപേക്ഷിച്ചു. അമ്മയുടെ സാരികളിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള ഒരു സാരി സെലക്ട് ചെയ്ത് അതൊടുത്തുകൊണ്ടാണ് അവൾ കോളേജിലേക്ക് പോയത്. കോളേജിലെ ആസ്ഥാന ഗായികയാണ് നദി. അതുകൊണ്ട് ആ സ്റ്റേജിൽ അവൾ അവതരിപ്പിക്കുന്ന ഒരു കവിതയുണ്ട്. നിനക്ക് കുറച്ച് മുല്ലപ്പൂ വാങ്ങി വച്ചിട്ട് വന്നുകൂടെ പെണ്ണേ, ഞങ്ങളൊക്കെ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ? അവളെ കണ്ടപാടെ നിത ഓടി വന്ന് ചോദിച്ചു. ക്ലാസ് റൂം എന്ന് പറയുന്നതിനേക്കാൾ അതൊരു ബ്യൂട്ടി പാർലർ എന്ന് പറയുന്നതായിരിക്കും ശരി എന്ന വിധത്തിലായിരുന്നു പെൺകുട്ടികളുടെ ഒരുക്കം. എല്ലാവരും പട്ടിലും പൊന്നിലും പൂവിലും നിറഞ്ഞു നിൽക്കുകയാണ്. പുട്ടിയിട്ട മുഖത്ത് കട്ടിയിൽ ലിപ്സ്റ്റിക്കും കണ്ണിൽ കനത്തിൽ കരിയും എഴുതി നിൽക്കുന്ന ഓരോരുത്തരിലേക്കും ചിരിയോടെ നോക്കി നിൽക്കുകയാണ് നദി. അവൾ തന്നിലേക്ക് തന്നെ ഒന്ന് നോക്കി. പട്ടുസാരി ഉടുത്ത്, നീളമുള്ള മുടി പിന്നി, തുമ്പത്തൊരു ക്ലിപ്പിട്ട്, ഒരു കുഞ്ഞു പുട്ടും അതിനു മുകളിൽ ഒരു കുഞ്ഞു ചന്ദനക്കുറിയും നേരിയ തോതിലുള്ള കരിമഷിയും, ഇതാണ് നദിയുടെ ഒരുക്കം. അല്ലെങ്കിലും നദി ഇതാണല്ലോ. ഇത്രയും ആർഭാടം മതി നദിക്ക്. നിനക്കെന്താ നിത, ഇങ്ങനെയൊക്കെ അണിഞ്ഞൊരുങ്ങിയ നമ്മളെക്കാൾ എന്ത് ഭംഗിയുണ്ട് നദിയെ കാണാൻ? പിന്നാലെ വന്ന നമിതയുടെയാണ് ആ വാക്കുകൾ. സ്റ്റേജിൽ പരിപാടികൾ തുടങ്ങി. ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന ഓഡിറ്റോറിയം കളർഫുള്ളായിരുന്നു. മുഖ്യാതിഥിയെ എല്ലാവരും ചേർന്ന് സ്റ്റേജിലേക്ക് ആദരപൂർവ്വം വരവേറ്റു.
ഉദ്ഘാടനത്തിന് ശേഷം ബദ്രിനാഥ് രണ്ടു വാക്ക് സംസാരിക്കാനായി മൈക്കിന് മുന്നിലേക്ക് വന്നു. ഡിയർ ഫ്രണ്ട്സ് എന്ന സംബോധനയ്ക്ക് തന്നെ നീണ്ടുനിന്ന കരഘോഷമായിരുന്നു മറുപടി. ഗൗരവമാർന്ന മുഖത്തിടയ്ക്ക് വിരിയുന്ന പുഞ്ചിരിയും ഗാംഭീര്യമാർന്ന സ്വരത്തിൽ പറയുന്ന ഫലിതങ്ങളും പെൺകുട്ടികളുടെ മനസ്സിനെ വേറൊരു തലത്തിൽ കൊണ്ടെത്തിച്ചു. എല്ലാവരുടെയും മനസ്സിൽ ബദ്രിനാഥിനോടുള്ള ആരാധന നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം കഴിഞ്ഞതും എല്ലാവരും ആവേശത്തോടെ കൈയടിക്കുകയാണ്. അടുത്തതായി വേദിയിൽ നദി യാമിനി അവതരിപ്പിക്കുന്ന കവിത. അനൗൺസ്മെന്റ് മുഴങ്ങിയപ്പോൾ തന്നെ നദിക്ക് ടെൻഷനായിരുന്നു. ഇത്രയും വലിയൊരു ഗായകന് മുന്നിൽ, അതും വലിയ അവാർഡുകളൊക്കെ വാങ്ങിക്കൂട്ടിയ ഒരാൾ, അയാൾക്ക് മുമ്പിലാണ് ഒരു പീറ കവിതയുമായി താൻ ചെന്ന് നിൽക്കുന്നത്. അവജ്ഞ തോന്നാതിരുന്നാൽ മതിയെന്ന പ്രാർത്ഥനയോടെ നദി മൈക്കിന് മുമ്പിൽ ചെന്നു നിന്നു. നല്ല സ്വഭാവത്തിനുടമയും ഒത്തിരി പഠിക്കുന്നവളും നന്നായി പാടുന്നവളുമായ നദിയെ കോളേജിലുള്ള എല്ലാവർക്കും അറിയാമെന്നതിനേക്കാൾ ഒരുപാട് ഇഷ്ടവുമാണ് അവളോട്. അതുകൊണ്ട് തന്നെ ബദ്രിനാഥിന് കിട്ടിയതിനേക്കാൾ കുറവല്ലാത്ത വിധം കയ്യടിയോടെ തന്നെ ഓഡിയൻസ് അവളെയും സ്വീകരിച്ചു. എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഞാൻ നദി യാമിനി. ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത് ഞാൻ തന്നെ എഴുതിയ ഒരു കവിതയാണ്. അതിന് ഈണം പകർന്നത് എൻ്റെ അമ്മ യാമിനിയാണ്. തെറ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണമെന്ന അപേക്ഷയോടെ ഞാൻ ആലപിക്കട്ടെ. അവസാന വാക്കുകൾ പറയും നേരം അവൾ സ്റ്റേജിലിരിക്കുന്ന ബദ്രിനാഥിനെ നോക്കിയിരുന്നു. പറയാതെ പറയുന്ന പ്രണയം, പറയാതെ അറിയുന്ന പ്രണയം, ആത്മാവിൽ നിറയുന്ന പ്രണയം, എൻ്റെ ആത്മാവിൽ ലയിക്കുന്ന പ്രണയം. ഒരു നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് ബദ്രിനാഥ് അത്രയും കേട്ടിരുന്നത്. നിർത്താതെ മുഴങ്ങുന്ന കരഘോഷത്തിൽ നിന്നും കേട്ടിരിക്കുന്നവരുടെ മനസ്സിലെ സന്തോഷം അവൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. പാടിക്കഴിഞ്ഞിട്ടും കാതിൽ മുഴങ്ങുന്ന ഇമ്പമുള്ള സ്വരം. ഈ സ്വരം കുട്ടിയെ ഉയർച്ചയിലെത്തിക്കും. ഒരവസരം കിട്ടിയാൽ ഒരിക്കലും തട്ടിക്കളയരുത്. കാരണം അവസരങ്ങൾ നമ്മളെ തേടി ഒരിക്കലേ വരൂ. അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ തോളിൽ ഒന്ന് തട്ടിയതിനു ശേഷം അവൻ തിരിഞ്ഞു നടന്നു. ആ അനുമോദനം അവൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു. എന്നാൽ സംഗീതം എന്ന ഫീൽഡിലേക്ക് ഇറങ്ങാൻ അമ്മയ്ക്ക് താല്പര്യമില്ല എന്നുള്ളത് അവളെ വല്ലാതെ തളർത്തി കളഞ്ഞു. താനൊരു ജോലി നേടി സ്വന്തം കാലിൽ നിൽക്കണമെന്നുള്ളതാണ് അമ്മയുടെ സ്വപ്നം. സിനിമയെന്ന മായിക ലോകം കണ്ട് ഭ്രമിച്ചു പോകരുതെന്ന് യാമിനി എപ്പോഴും അവളെ ഓർമ്മപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായി പാടുമെങ്കിലും സംഗീതത്തിൽ ഉയരണമെന്ന ചിന്ത അവൾക്ക് ഒട്ടുമേ ഇല്ലായിരുന്നു. അന്നത്തെ ദിവസം കോളേജിൽ നിന്നും വന്നതിന് ശേഷം കോളേജിലുണ്ടായ വിവരങ്ങളെല്ലാം അവൾ അമ്മയെ ധരിപ്പിച്ചു. എന്നാൽ പ്രോത്സാഹനം എന്ന രീതിയിൽ യാമിനി തിരിച്ചൊന്നും പറഞ്ഞില്ല. നദി അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചതുമില്ല. അന്ന് രാത്രിയിൽ അവൾ അച്ഛന് കത്തെഴുതി. എനിക്കെത്രയും സ്നേഹമുള്ള എൻ്റെ അച്ഛന്, ഇന്ന് എൻ്റെ കോളേജിൽ ഒരു ഉദ്ഘാടനമുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ദിവസമാണച്ച. പ്രശസ്തനായ ഒരു ഗായകൻ്റെ മുമ്പിൽ പാടാനുള്ള അവസരം കിട്ടി. അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചു. ഒത്തിരി ഉയരങ്ങളിൽ എത്തപ്പെടാൻ പറയാതെ പറഞ്ഞു. ആ അനുഗ്രഹം ഞാൻ സ്വീകരിച്ചെങ്കിലും എനിക്കറിയാം ആ അനുഗ്രഹം സഫലമാവില്ലെന്ന്. ഞാൻ സംഗീതത്തിലൂടെ ഉയരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ. ഒത്തിരി അവസരങ്ങൾ കിട്ടിയിട്ടും അമ്മ എന്താണച്ചാ ഉയരാൻ ആഗ്രഹിക്കാതിരുന്നത്? അച്ഛന് ഇഷ്ടമാണോ ഞാനൊരു പാട്ടുകാരിയാകുന്നത്? എനിക്കൊരുപാട് ഇഷ്ടമാണ്. എന്നാൽ എനിക്കൊരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിലാണ് ആ സ്ഥാനം നിൽക്കുന്നത്. ഞാൻ ഇത്രയും നേരം എന്നെക്കുറിച്ച് തന്നെ പറയുകയാണല്ലോ, അല്ലേ അച്ഛ? അച്ഛന് സുഖമല്ലേ? എനിക്കെന്തെങ്കിലും കാണാൻ കഴിയുമോ എൻ്റെ അച്ഛനെ? ഈ ജീവിതത്തിൽ എന്താണ് നദി നിൻ്റെ ആഗ്രഹം എന്നാരെങ്കിലും ചോദിച്ചാൽ ഒരു സംശയവും കൂടാതെ ഞാൻ പറയും, എൻ്റെ അച്ഛനെ കാണണം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന്. ഞാൻ എന്തെങ്കിലും അച്ഛൻ്റെ അരികിലെത്തുമോ? പിന്നെയും ഒത്തിരി എഴുതിയതിനു ശേഷമാണ് എൻ്റെ സ്വന്തം നദി എന്നവൾ എഴുതിയത്. ആ കത്ത് മടക്കി കവറിലാക്കി ഒട്ടിച്ചുകൊണ്ട് അവളുടെ അലമാര തുറന്ന് അന്ന് വരെ എഴുതി വച്ചിട്ടുള്ള കത്തുകളുടെ മേലെ അത് വച്ചു. എത്രയെത്ര കത്തുകളാണ് ആ അലമാരയ്ക്കുള്ളിലെ ഷെൽഫിനകത്ത് നിറഞ്ഞിരിക്കുന്നത് എന്ന് കണക്കുണ്ടായിരുന്നില്ല. അവളൊട്ട് എണ്ണിയിരുന്നുമില്ല. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വളരെ വേഗം കടന്നുപോയി. ഇതിനിടയിൽ പലതവണ യാമിനിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇടയ്ക്കിടയ്ക്കുള്ള കീമോയും റേഡിയേഷനും അവരെ വല്ലാതെ തളർത്തി. ഇനി തനിക്ക് അധിക ദിവസം ഭൂമിയിലില്ലെന്ന് അവരുടെ മനസ്സ് അവരോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. മരണം എത്തുന്നതിന് മുമ്പേ നദിയെ സുരക്ഷിതമായ ഒരു കൈകളിൽ ഏൽപ്പിക്കാൻ അവർ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ആ സമയത്താണ് ബദ്രിനാഥ് പാടുന്ന സിനിമയിലേക്ക് ഫീമെയിലായി ബദ്രിനാഥിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ മാനേജർ നദിയുടെ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ അടുത്തെത്തുന്നത്. കുട്ടിയുടെ അമ്മയോട് ചോദിച്ചല്ലാതെ എനിക്കിതിനൊരു മറുപടി പറയാൻ കഴിയില്ല. ബദ്രിനാഥിൻ്റെ മാനേജർ മുകുന്ദൻ പിള്ളയോട് പ്രിൻസിപ്പാൾ ഗോവിന്ദ പിഷാരടി പറഞ്ഞു. ആ കുട്ടിയുടെ അമ്മയോട് നിങ്ങൾ തന്നെ ഒന്ന് സംസാരിച്ചു നോക്കൂ. അവസരങ്ങൾ നമ്മെ തേടിയെത്തുന്നതും
നാം അവസരങ്ങളെ തേടി പോകുന്നതും രണ്ടും രണ്ടല്ലേ? എന്തായാലും ഞാൻ ഇന്ന് വൈകുന്നേരം നദിയുടെ വീട് വരെ ഒന്ന് പോകുന്നുണ്ട്. അവളുടെ അമ്മയെ നേരിട്ട് തന്നെ കണ്ട് വിവരങ്ങൾ പറയാം. അതിനുശേഷം ഞാൻ താങ്കളെ വിളിക്കാം. കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ തന്നോളൂ. ഇന്നും നാളെയും ഞാൻ ഹോട്ടൽ യമുനയിലുണ്ടാവും. ഈ കാര്യത്തിന് വേണ്ടിയാണോ ഹോട്ടലിൽ മുറിയെടുത്ത് തങ്ങുന്നത്? ഉള്ളിൽ തോന്നിയ സംശയം ഗോവിന്ദ പിഷാരടി മുകുന്ദൻ പിള്ളയോട് ചോദിച്ചു. മഹാദേവൻ സാറിൻ്റെ നൈറ്റ് ക്ലബ്ബുണ്ട് അവിടെ. 2 ദിവസവും അദ്ദേഹത്തിൻ്റെ സംഗീത കച്ചേരിയുണ്ട്. ഒരു പ്രത്യേകത എന്തെന്നാൽ മകനും മരുമകനും അദ്ദേഹത്തിൻ്റെ കൂടെ പാടുന്നുണ്ട്. ഓ, ബദ്രിനാഥ് മഹാദേവൻ മാസ്റ്ററുടെ സഹോദരി പുത്രനാണല്ലോ അല്ലേ? മകനെ രംഗത്തേക്കൊന്നും കണ്ടിട്ടില്ലല്ലോ. അയാളും പാടുമല്ലേ? പിഷാരടിയുടെ ചോദ്യം കേട്ട് മുകുന്ദൻ പിള്ള ചിരിച്ചുകൊണ്ട് തലയൊന്ന് കുടഞ്ഞു. ശുദ്ധ സംഗീതം കേൾക്കണമെങ്കിൽ കാർത്തിക് മഹാദേവന്റെ കച്ചേരി ഒരിക്കലെങ്കിലും കേൾക്കണം. അച്ഛനും അമ്മയും സംഗീതജ്ഞരാകുമ്പോൾ മക്കളുടെ വൈഭവം കൂടും. എന്നിട്ട് കാർത്തിക് മഹാദേവൻ എന്ന പേര് എവിടെയും കേട്ടിട്ടില്ലല്ലോ. മഹാദേവൻ മാസ്റ്റർ എന്തേ മകനെ കൈപിടിച്ചുയർത്തിയില്ല? മരുമകനെയാണല്ലോ രംഗത്തേക്ക് കൊണ്ടുവന്നത്. കാർത്തിക് കുഞ്ഞിന് പാടാൻ അവസരം കിട്ടാഞ്ഞിട്ടല്ല രംഗത്ത് വരാതിരുന്നത്. കിട്ടിയ അവസരങ്ങൾ അയാൾ നിരാകരിച്ചതുകൊണ്ടാ. മഹാദേവൻ മാസ്റ്ററുടെ ബിസിനസ് സാമ്രാജ്യം വളരെ വലുതാണ്. അതെല്ലാം നോക്കി നടത്തുന്നത് കാർത്തിക് കുഞ്ഞാണ്. പാട്ടിനേക്കാൾ ബിസിനസ്സിനെയാണ് അയാൾ ഇഷ്ടപ്പെടുന്നത്. പറഞ്ഞു നിർത്തിക്കൊണ്ട് മുകുന്ദൻപിള്ള എഴുന്നേറ്റു. അപ്പോൾ പറഞ്ഞ പോലെ എന്ത് വിവരമാണെങ്കിലും ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യൂ. അയാൾ പേഴ്സിൽ നിന്നും ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് പിഷാരടിക്ക് നേർക്ക് നീട്ടി. അന്ന് പിഷാരടി കോളേജിൽ നിന്നും 1 അവർ നേരത്തെ ഇറങ്ങി. നദിയുടെ വീടായിരുന്നു ലക്ഷ്യം. നദി കോളേജിൽ നിന്നും എത്തുന്നതിന് മുമ്പേ അവളുടെ അമ്മയെ കണ്ട് സംസാരിക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. വല്ലാത്ത ക്ഷീണം കാരണം ഒന്ന് മയങ്ങിപ്പോയതായിരുന്നു യാമിനി. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത്. ബന്ധുക്കളോ സൗഹൃദങ്ങളോ ഇല്ല യാമിനിക്ക്. നദി വരാൻ സമയമായിട്ടില്ലെന്നും അവർക്കറിയാം. എങ്കിൽ പിന്നെ വല്ല പിരിവുകാരോ അല്ലെങ്കിൽ ഹരിതകർമ്മസേനയുടെ ആൾക്കാരോ ആവും എന്ന് കരുതിയാണ് യാമിനി വാതിൽ തുറന്നത്. എന്നാൽ തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളെ ഉമ്മറവാതിൽക്കൽ കണ്ടതും യാമിനിക്ക് ആശ്ചര്യമായി. സാർ ഇരിക്കൂ. വന്ന എന്തിനാണെന്ന് അറിയില്ലെങ്കിലും അവർ ഉമ്മറത്തെ സോഫയിലേക്ക് ചൂണ്ടി ആദിത്യ മര്യാദയോടെ പറഞ്ഞു. ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം ഗോവിന്ദ പിഷാരടി സോഫയിലേക്കിരുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് പറഞ്ഞു തീരുന്നവരെ നിൽക്കുക എന്ന് പറഞ്ഞാൽ യാമിനിക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് യാമിനി ഇരിക്കൂ. എന്ത് കാര്യമായിരിക്കും തന്നോട് പറയാനുള്ളതെന്ന ജിജ്ഞാസയോടെ യാമിനി എതിരെ കിടക്കുന്ന കസേരയിലിരുന്നു. കഴിഞ്ഞ ദിവസം കോളേജിൽ പുതിയ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്ഘാടനം നടന്നിരുന്നല്ലോ. അന്നത്തെ മുഖ്യാതിഥി പ്രശസ്ത പിന്നണി ഗായകൻ ബദ്രിനാഥായിരുന്നു. അന്ന് വേദിയിൽ നദി ഒരു പാട്ട് പാടുകയുണ്ടായി. സംഗീതത്തെക്കുറിച്ച് പഠിച്ചവർക്കല്ലേ അറിയൂ. എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. എന്തായാലും നദിയുടെ പാട്ട് ബദ്രിനാഥിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാവും അദ്ദേഹത്തിൻ്റെ മാനേജറിനെ എന്നെ കാണാൻ വേണ്ടി ഇന്ന് കോളേജിലേക്ക് അയച്ചത്. ഗോവിന്ദ പിഷാരടി ഇത്രയൊക്കെ പറഞ്ഞിട്ടും യാമിനിയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമൊന്നും ഉണ്ടായില്ല. അവരുടെ പുതിയ പടത്തിലേക്ക് പാടാനുള്ള അവസരമാണ് നദിക്ക് കിട്ടിയിരിക്കുന്നത്. എത്രയെത്ര പേര് ഒരു അവസരത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്നു. ആ സമയത്ത് നമ്മെ തേടി ഒരവസരം ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ തട്ടിക്കളയരുതെന്നേ ഞാൻ പറയൂ. നദിയുടെ ജീവിതം ഇപ്പോൾ വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുകയാണ്. മുന്നിൽ 2 വഴികളാണുള്ളത്. ഏതു വേണമെന്ന് തീരുമാനിക്കേണ്ടത് യാമിനിയാണ്. യാമിനിയുടെ അസുഖത്തെക്കുറിച്ച് യാമിനിക്ക് തന്നെ ബോധ്യമുണ്ടല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം യാമിനി തന്നെ എടുക്കണം. തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞെന്ന ഭാവത്തോടെ പിഷാരടി യാമിനിയെ നോക്കി.